ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാം. എല്ലായിടത്തും മഴയായിരിക്കും അല്ലെ? കേരളം തന്നെയല്ല, ഇതര സംസ്ഥാനത്ത് മഴയുണ്ട്. അതെ അതെ അതെ, മഴ പെയ്തോണ്ടിരിക്കുന്ന. അയ്യോ, എന്നോട് ചേട്ടായി കഥ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ അടച്ചില്ല. എന്നാന്നറിയോ, ഈ സമയത്ത് മഴ ചാറുവാണെങ്കിൽ കുഴപ്പമില്ല, മഴ ചാറിയ വരികയല്ല. മഴയില്ലെങ്കിൽ കൊതുക് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം മഴ ചാറും ആ കൊതുക് കുറയും. മഴ ചാറുണ്ട്, കൊതുക് വീഴ്ചയൊക്കെ കുറയുന്ന സമയം ഇപ്പം. അതെ അതെ. അപ്പൊ ഇന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങോട്ട് ഫുൾ റെസ്റ്റ് എടുത്തല്ലേ? നടുവിന് ബെൽറ്റ് ഇട്ട് അങ്ങനെ എന്റെ ബെൽറ്റ് ഒക്കെ എടുത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയാം, ഇപ്പൊ ഇതുകൊണ്ട് പറയാം, ഇത് കെട്ടി ഇപ്പൊ ചെറിയൊരു സുഖം. ഇത് പക്ഷെ ഉണ്ടല്ലോ, നല്ല സുഖമാണ്. പുറകിൽ നമുക്കൊരു എന്നാ പറയുന്നത്, ഒരു പിടുത്തം, ഒരു തള്ളു കിട്ടും. പക്ഷെ അത് ഞാൻ 8 വർഷം കെട്ടി കഴിഞ്ഞു. എപ്പോഴോട്ടെങ്കിലും പോകുമ്പോഴും പിറക്കുമ്പോഴും കെട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് മാറ്റി കഴിഞ്ഞപ്പോഴേ ഒരു വിലക്കുറവ് നമുക്ക് കുറച്ച് നാളത്തേന് തോന്നുമായിരുന്നു. അത് പിന്നെ അതിപ്പോ അല്ല, തുണിയിൽ നൂർന്ന് കിടക്കുന്നവരെ കിടക്കാൻ പറ്റത്തില്ലേ ഉള്ളൂ. കുഞ്ഞു നൂർന്നൊക്കെ ചെയ്യണമെങ്കിൽ അത് കെട്ടാനായിരുന്നു എന്നോട് പറഞ്ഞത്. ഞാൻ കെട്ടിക്കൊണ്ടില്ലേ കടയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വർഷങ്ങള്. അപ്പൊ അങ്ങനെ അതൊക്കെ കെട്ടി ഇങ്ങനെ സാറി ഇരിക്കുവാണ്. ഇന്നും കൂടെ പോയി കിടപ്പ് നേരെ നീണ്ടു കിടപ്പ്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടക്കുക. ഇപ്പൊ എഴുന്നേറ്റ് നല്ല, ഞാൻ 6 മണിക്ക് വെളുപ്പിന് 6:30 ആകുമ്പോൾ കുളിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, കുളിച്ചില്ല രാവിലെ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പഴാണ് കുളിച്ചു കൂട്ടപ്പനായി, ചായയൊക്കെ കുടിച്ചു. 2 നേരം കുളിക്കണം, എന്നാലേ എനിക്കൊരു ഇതുണ്ടാകത്തുള്ളൂ. കടയിൽ പോകാത്തോണ്ട് പിന്നെ നമ്മള് 1 നേരം കുളിച്ചു. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വേദന കാരണം അല്ലെങ്കിൽ ചേട്ടാ രാവിലെ കുളിച്ചു, കടയിൽ പോയില്ലെങ്കിലും ഇന്നലെ രാവിലെ കുളിച്ചപ്പോഴല്ലേ ഇതുണ്ടായത്. അപ്പൊ ചേച്ചി കയറി വന്നു, ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചേച്ചി കയറി വന്നു, കാന്താരിയൊക്കെ പറിക്കാണ്ട്, പിന്നെ കറിവേപ്പിലൊക്കെ ചേട്ടായി ഒടിച്ചൊടിച്ചു കൊടുത്തു വിട്ടു. ചക്ക വയ്ക്കാൻ പോയി ചേച്ചി, പച്ചച്ചക്കച്ചോളം കൊണ്ടത്തതു അതൊക്കെ തട്ടിയിട്ടിരിക്കുക ഞാൻ കേട്ടോ. ചേച്ചി എവിടെ എങ്കിലും പോയി ചക്ക കൊണ്ടുവരും. സിന്ധുവിന് അതിന്റെ പകുതി പച്ചച്ചക്കച്ചോളം, 5-6 പച്ചച്ചോളം ചവണിയും കളഞ്ഞ് നമ്മുടെ അമ്മീളത്തെ ചവണി മാത്രം കളഞ്ഞാൽ മതി. അതുകൊണ്ട് എന്നാ പച്ചച്ചക്ക എനിക്ക് ഭയങ്കര കൊതിയാന്നറിയാം. പിന്നെ ഇതിനോട് താല്പര്യമൊന്നുമില്ല, വേച്ചവശാലും തിന്നുന്നില്ല. അത് എന്ന് വയസ്സാലൊന്നും ചേട്ടാ തിന്നത്തില്ലേ? എനിക്ക് അതിനോട് അങ്ങനെ താല്പര്യമില്ല. ചക്ക, കപ്പ വരുമ്പം കപ്പ ഭയങ്കര ഇഷ്ടമാണ്. കപ്പ എന്നും തിന്നാൻ കഴിക്കും. ചക്ക അത്ര വലിയ ഇഷ്ടമില്ല, വല്ലപ്പോഴും ഒക്കെ ഇഷ്ടം. പക്ഷെ ചക്കയാണെങ്കിൽ കുഴപ്പമില്ല, ഷുഗറൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും വയ്ക്കുന്നുണ്ട്. ചക്ക നല്ലൊരു ആഹാരമാണ്. എന്നാ ചോദിച്ചാൽ ചക്കയ്ക്കകത്ത് വിഷമില്ലല്ലോ. ഇപ്പൊ പിന്നെ വിഷം കേട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ചക്ക ആയല്ലോ. നമ്മുടെ ഇവിടെ ആരും വിഷം ഒന്നും ചെയ്തില്ല. ഒരു സാധനം ഒരു വളവും ഇടാത്ത മരമാണ് പ്ലാവ്. ഇതിന് കൊടുത്തേങ്ങാനും ഉണ്ടെങ്കിൽ പ്ലാവിനകത്ത് ഏലത്തിനകത്തൊക്കെ നിൽക്കുന്നതിനകത്ത് ഏലത്തിനിടുന്ന കുളമ്പെല്ലാം കയറി വലിച്ചെങ്കിലും ഉള്ളൂ. അല്ലാതെ വേറെ ഏലത്തിനകത്തിടുന്ന പ്ലാവിന്റെ അത് കായ്ക്കുമ്പോഴേ അവർ വെട്ടിക്കളയും. ചക്ക ഈ കുഞ്ഞു ചക്കയാകുമ്പോഴേ അല്ല ഏലം നശിച്ചു പോകത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ വെട്ടിക്കളയും. അപ്പൊ ചേച്ചീനെ ഗിഫ്റ്റ് ഒക്കെ കഴിച്ചു, ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര സന്തോഷമായി. സൂപ്പറാ, നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നല്ല രീതിയിൽ നന്മയായിട്ട് ജീവിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു വഴി നന്മ വരും എന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് സമയമായിരുന്നു, പിള്ളേരെ എല്ലാം പള്ളിക്കൂടത്തി വിട്ട് ഇവിടെ എല്ലാം എടുത്ത് ചോറും കറിയൊക്കെ വെച്ച് 24 മണിക്കൂറും അവർക്ക് ഒരു ശകലം പോലും നേരം ഇരിക്കാൻ. അതൊരു തൊഴിലുറപ്പിന്റെ പരിപാടി, ഇച്ചിരി റെസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കളിയാക്കും. നിസ്സാരം ഫോട്ടോ എടുക്കുന്ന സമയത്തും പിന്നെ ഒപ്പിടാനുള്ള സമയത്തൊക്കെ നമുക്ക് വരുത്തോ ഇങ്ങോട്ടൊന്നും കയറി വരുമ്പോ ഒന്നും ചെയ്യത്തില്ല. സമയമില്ല. 10 മിനിറ്റ് അഥവാ സമയം കിട്ടിയ സിറ്റൗട്ടി വന്ന് ഇങ്ങനെ നടുവ് നിർത്തി ഇങ്ങനെ ഇരിക്കും. ഇപ്പം കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ അയ്യോ എനിക്ക് അവിടെ ചെയ്യണം, ചോറ് വെക്കണം. അവർ 2 മണിക്ക് പോവല്ലേ. ഒരാളിപ്പോ ഒരാൾ വൈകിട്ടേ വരത്തുള്ളൂ. പിന്നെ ദാസഞ്ചേട്ടൻ പുള്ളിക്കും സുഖമില്ലാത്ത ആളല്ലേ. അതെ. അപ്പൊ നമ്മുടെ മക്കള് പോയിട്ട് തരുതെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പായും കൊണ്ട് ആശുപത്രിയിൽ പോയോ, പപ്പായ്ക്ക് എങ്ങനെയുണ്ടോ, കുറവുണ്ടോ, പിന്നെ അമ്മ അത് കൊടുക്ക് ഇത് കൊടുക്ക്, തീറ്റ ഓരോ ലിസ്റ്റുകൾ പറയാം. അവിടെ ഇരുന്നുണ്ട്. വന്നപ്പോ അവള് പുറകെ നടന്ന് കുസ്തിയായിരുന്നു. എന്നാ മുണ്ടക്ക ശേഖര വഴി മാറടാ, മുണ്ടക്ക ശേഖര. കറുത്തമുന്തിരിയുടെ ഇന്ന് ഞാൻ ഇത് കണ്ടായിരുന്നു. കറുത്തമുന്തിരി ഒരു 100 മില്ലി വെള്ളത്തിൽ ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കാതെ കുടിച്ചാൽ കുറെ അസുഖങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാനത് പറഞ്ഞ അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന്. അല്ല ഇവർക്കാണെങ്കിലും കഴിക്കാൻ അങ്ങനെ പറഞ്ഞു. ഇത് മറ്റേ ബ്ലഡ് ഉണ്ടാവും. അരിയില്ലാത്ത മുന്തിരി, അത് സീഡ്ലെസ്, അതിന് വില കൂടുതലാണ്. അത് നല്ല അത് ഉണക്കുന്ന നമ്മളിത് കൊണ്ടുവന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 70 മുന്തിരി നമ്മൾ കണക്ക് പറഞ്ഞത്. 70 മുന്തിരി 1 ലിറ്റർ വെള്ളത്തിൽ, 1 ലിറ്റർ വെള്ളത്തിനകത്ത് 70 മുന്തിരി എടുത്തിട്ട് രാവിലെ അത് ഒന്ന് കലക്കി അരിച്ചെടുക്കുക, ചവടി കളയുക.
അല്ലാതെ പുള്ളോടെ കഴിച്ചാലും കുഴപ്പമില്ല. കഴുകി ഈ വിഷം മുക്കി എടുക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് കഴുകി ഉണക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് മുന്തിരിത്തോട്ടത്തിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അറിയാം. മുന്തിരി നമ്മൾ സാധാരണ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകാത്തവരല്ലേ മുന്തിരി മേടിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു പാട പോലൊരു സാധനം കാണും, വെള്ളപ്പൂപ്പൽ പോലെ, ഒരു മാവ് മുക്കിയ പോലെ. അത് ഭയങ്കര മാരകമായ വിഷമാണ്. അത് മേടിച്ച് അതേപടി പിള്ളേർ ഈ കടയിലൊക്കെ ഇപ്പോൾ ചുമ്മാ പെറുക്കി തിന്നുന്നില്ലേ, അങ്ങനെ ചെയ്യരുത്. അത് ഭയങ്കര ദൂഷ്യം ചെയ്യും. അതെ, ഞാനും അമ്മൂനോട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. ഉപ്പുവെള്ളത്തിലൊക്കെ ഒരു മണിക്കൂറെങ്കിലും ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി അത് വേറെ വന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി മേടിക്കുന്ന ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ എന്നിട്ടേ നമ്മളത് പിന്നെ ജ്യൂസ് അടിക്കുവോ പിള്ളേർക്ക് കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. അത് ഏത് ഫ്രൂട്ട് ഇത് തന്നെ കേട്ടോ, ആപ്പിളാണെങ്കിലും എല്ലാ ഏത് സാധനമാണല്ലോ. ആപ്പിളും എല്ലാം ഇവിടെ ഒരു ലോഡ് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. പപ്പായ്ക്ക് മുറിച്ച് കൊടുത്തോമേ, പപ്പായ്ക്ക് അത് കൊടുത്തോമേ, ഇത് കൊടുത്തോമേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ കഴിച്ചാലും പുഷ്ടിപ്പുറത്തൊന്നുമില്ല. അല്ല, പുഷ്ടിപ്പെടാനല്ല, ആരോഗ്യത്തിന് ഒരു ആപ്പിൾ ഒരു ദിവസം ഒരാൾ കഴിക്കണമെന്ന്. അവരൊക്കെ അങ്ങനെ ഇതെല്ലാം നോക്കുന്നത് വെച്ചാൽ അവർക്ക് അതിനുള്ള അറിവുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യും, ഇന്ന് ഇച്ചിരി കപ്പ തിന്നാ എനിക്കങ്ങ് വിശക്കുന്നില്ല, പിന്നെ എനിക്ക് ആപ്പിൾ തിന്നാ. ആപ്പിൾ മേടിച്ചിട്ടുണ്ടോ? 35 രൂപ അരി, 35 രൂപ അരി തന്നെ വലിയ പാടാണ്. അയ്യോ അതെയോ, 100 രൂപ കൊടുത്ത് ആപ്പിൾ മേടിക്കാൻ ഭയങ്കര വില കേട്ടോ. ആപ്പിൾ ഈ മഴക്കാലം കേട്ടോ ഭയങ്കര വില. ആപ്പിള്, അനാറ് എല്ലാം വിലയാ. അതെ, അനാറ് മേടിച്ച് തിന്നണം, അത് മേടിച്ച് തിന്നണം, ഇത് മേടിച്ച് തിന്നണം. അപ്പൊ എല്ലാം ദൈവം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ. ഓരോരുത്തരുടെ ആശ്രയവും കാര്യങ്ങളും. നമ്മള് പണിക്ക് പോയാലല്ലേ നമുക്കൊരു സംതൃപ്തിയും. നമ്മുടെ ചേട്ടായിക്ക് ഉപ്പുവരയ്ക്ക് പോയി അല്ലാണ്ട് ഒരു 10 പേരോടൊന്നു. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ ഇങ്ങനെ എനിക്ക് ഇന്നത്തെ കൈ ഇങ്ങനെ കിടന്നുകൊണ്ടല്ല ഞാൻ എനിക്ക് അവന്നുണ്ടെ ഞാൻ കടയിൽ പോയില്ലല്ലേ, അവിടെ ചുമ്മാ പോയി അവിടെ ഇരുന്ന് കുറെ നേരമൊക്കെ ഇരുന്നിട്ടാണല്ലോ ഞാൻ. വേറെ എൻജോയ്മെന്റ് ഇല്ലല്ലോ ഇവിടെ, ആരുമില്ല. ഞാനും സിന്ധു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും, ഞാനും സിന്ധുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും, അങ്ങോട്ടേക്കും എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, പിന്നെ കയറി ഞാൻ കിടക്കും. അതല്ലേ ഉള്ളൂ. നമുക്ക് അവിടെ ആകുമ്പോൾ അങ്ങനെയല്ല, പല മുഖങ്ങളല്ലേ പലരും. അപ്പം എത്ര പോണം. അയ്യോ, നടുവടിച്ച് കുടിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കിട്ട് തരാൻ നോക്കി, എന്റെ ദൈവം വെറുതെ ആട്ടോ ചുമ്മാ ഗുസ്തിയൊന്നും ഇതുവരെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെ ചാടിക്കൽ പറയുന്നില്ല, അതുകൊണ്ട് ഞാനതങ്ങനെ അടിക്കാനോ ബഹളം വെക്കും, തല്ലാനൊന്നും നിൽക്കത്തില്ല, ഒച്ച എടുക്കും. ഒച്ച കേൾക്കുമ്പോ അല്ലെ ഒരു നമ്മളൊന്നും എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ഒരു നോട്ടം നോക്കും, അതോടുകൂടി നമ്മളെന്താ അവിടെ മങ്ങും. അതല്ല പറയുന്ന പോലെ ചെയ്താൽ പിന്നെ പ്രശ്നം. സാധനം നമ്മൾ പറയുന്നത് ഇവിടെ വെക്കല്ലേ, അത് പിറ്റേ ദിവസം ഇവിടെ വെച്ചോ, അതെടുത്ത് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെയുള്ള സ്വഭാവം ഞാൻ വെക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ വെക്കരുത്. അതെ, ശരി വീട്ടിൽ ചെന്നപ്പോഴൊക്കെ എന്റെ മോനെ മാറിയിരിക്കാൻ പറ്റത്തില്ല. ഈ പിള്ളേരല്ലേ, പിള്ളേര് മൂന്നും നമ്മൾ കാലം ഇടുന്ന ചെരുപ്പ് കൊണ്ട് നമ്മുടെ ബെഡ് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഓരോ സാധനം ഇരിക്കേണ്ടത് ഇരിക്കണം. പണ്ട് തൊട്ട് നമുക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ പഠിച്ചത് ഒരു പേന വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. അതിന് പേന സ്റ്റാൻഡൊക്കെ ഇപ്പോഴല്ല ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പേന സ്റ്റാൻഡ് ഞങ്ങൾ ഒരു കുപ്പി വെട്ടിയിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെട്ടിട്ട് അതിനകത്ത് ഒരു അല്ല ചേട്ടാ അവിടെ ചെല്ലുമ്പോ എന്തോ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ പച്ചമാതിരി കണ്ടു. അത് ഞാൻ ഈ ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഒത്തിരി ഒരു ഗിഫ്റ്റ് കിട്ടും. ഈ വർഷം തുടങ്ങുമ്പോൾ ഡയറി, കലണ്ടർ, ഇങ്ങനെയുള്ള സാധനം, ക്ലോക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനം എസ്റ്റേറ്റിലെ ഓഫീസിലേക്ക് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കതൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിയത് കുറേ ഉണ്ടായിരുന്നു. എല്ലാ ക്ലോക്കുകൾ, പിന്നെ ടേബിൾ കലണ്ടർ അന്ന് മറിക്കാവുന്ന ടേബിൾ കലണ്ടർ ഉണ്ട്, ഓരോ നമുക്ക് എഴുതി വെക്കാവുന്നത്. നമുക്ക് എൻ്റെ ആവശ്യമില്ല, അത് ഓഫീസുകളിലൊക്കെ ആവശ്യമുള്ളൂ. അത് ഞാനൊക്കെ എടുത്ത ആർക്കെങ്കിലൊക്കെ കൊടുത്തേക്കും, നമുക്ക് എല്ലാം വേണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ മുൻകാല ജീവിതമൊക്കെ. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പം എന്നാൽ നമുക്ക് നേരെ വീഡിയോ കിട്ടുക അല്ലേ. ഒരാൾ നല്ല സുഖമായിട്ട് ഉറങ്ങുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷൻ്റെ ഒരു ഇത് കാണും, മരുന്ന് എൻ്റെ ഒരു സെലക്ഷൻ കാണുമായിരിക്കും. നല്ല ഉറക്കമാണെന്ന് ഉറങ്ങട്ടെ. ഞാൻ പോയി പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഇച്ചിരി ആണെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഉച്ചയ്ക്കും ഒക്കെ മരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് പോയി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. എൻ്റെ ബെൽറ്റൊക്കെ എടുത്ത് കെട്ടിക്കൊണ്ട് ഒന്ന് എണീക്കുന്നതും ബാത്റൂമിൽ പോയതും ഒക്കെ കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോഴും എൻ്റെ ബെൽറ്റൊക്കെ കെട്ടിക്കൊണ്ടാണ് പോയത്. BP ഒക്കെ ഇന്നലെ നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ. ഞാനായിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വെച്ചതാണേ. പിന്നെ ഇത് ചേട്ടായിക്ക് ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിപ്പോൾ വെള്ളം ഇളക്കാനായിട്ട് അടുപ്പ് വെച്ചിരിക്കുന്നു. രാവിലെ വെച്ച് കൊടുത്തതാണ്, എന്നാലും ഒന്നുകൂടെ വെച്ച് കൊടുത്തേക്കാം. പിന്നെ ഇന്നലെ പിള്ളേർ വന്നപ്പം പിള്ളേരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഉപ്പുറയല്ല ആലടിയെന്ന് പറഞ്ഞ സ്ഥലത്തെ. അപ്പം അതും ഒരു അധ്യാപകനാണ്, ഒരു സാറാണ്. അപ്പോൾ ആ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സാറ് ഇപ്പോൾ റിട്ടയർഡായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലാണ്. അപ്പോൾ നല്ലൊരു കർഷകനാണെന്ന് തോന്നുന്നു. ആളെ കണ്ടപ്പോൾ പരിസരമൊക്കെ കണ്ടപ്പോൾ നല്ല സെറ്റായിരുന്നു കേട്ടോ.
അയ്യോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അപ്പം അവിടെ ചെന്നപ്പോൾ പൈനാപ്പിൾ 2 തന്നു വിട്ടു. ഒരെണ്ണം അന്ന് തന്നെ മോള് ചെത്തി ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇന്നിപ്പോൾ ഒരെണ്ണം ഞാൻ ചെത്തി ഇച്ചിരി പച്ചടിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാറിൻ്റെ അവിടെ നിന്ന് നല്ല മാങ്ങാപ്പഴം നിന്ന് വിട്ടായിരുന്നു, അതന്ന് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇതിപ്പോൾ ചേട്ടായി കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നാൽ അതും ചെത്തി വെക്കാം. പിന്നെ പപ്പടം തേണ്ട വറുത്തു, ചോറുണ്ട്, ഉണക്കമ്മയും വറുത്തു. അത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം തേടി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും 12 മണിയായി. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് പെട്ടെന്ന് കുളിക്കണം. എനിക്ക് എന്നാന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. അപ്പോൾ ഒന്ന് കുളിക്കാൻ കൂടെ ചെയ്തിട്ട് ഫുഡ് കൊടുക്കാൻ ചേട്ടായിക്ക് അത്ര നേരം കിടക്കട്ടെ. ഉണ്ട് വേദനയൊക്കെ ഇഞ്ചക്ഷനും എടുത്തു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറേ സമയമായി. അപ്പോൾ ചോറിനും കേട്ടോ നല്ല ചോറ്, ഉണക്കമീൻ വറുത്തത്, മാമ്പഴം, പൈനാപ്പിൾ പച്ചടി, പപ്പടം. ചേട്ടായിക്ക് ഇത് രണ്ടും ഇന്നലത്തെ കേട്ടോ, പയറുതോരനും പന്നി. അതെനിക്ക് വേണ്ട, അല്ല പയറ് വേണം, പന്നി വേണ്ട. പിന്നെ പച്ചടി എവിടുന്നാന്നറിയോ പൈനാപ്പിള്? ആ പിള്ളേർ അവിടെ പോയപ്പോൾ സാറിൻ്റെ അവിടുന്ന് കിട്ടിയതാണ്. വേദന കൊണ്ട് ചേട്ടയുടെ മുഖത്തിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയാം. ഒരു രക്ഷയില്ലാത്ത വേദന കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഒരിടത്തും ഇറങ്ങിയില്ല, വണ്ടിയെ പോയി. ഇതെന്നാ തരത്തില്ല ഇപ്പം ഓട്ടോയെ പോയി, ഓട്ടോയെ തന്നെ ഞാനും ചേട്ടൻ കൂടെ പോയിട്ട് അതേ എന്നാന്നില്ല. അപ്പൊ ഇന്നും കൂടി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് മാറുമെന്നാ ഡോക്ടർ പറഞ്ഞേ. നോക്കാം ഏതായാലും. എല്ലാം ഇച്ചിരി പതിയൊക്കെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനത്തെ കുനിഞ്ഞു നൂർന്നുള്ള കാര്യങ്ങളെ വെയിറ്റൊന്നും എടുക്കാതിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. ഇന്ന് കണ്ടോ നിങ്ങള് കളിയാക്കോ ചേട്ടാ, ചട്ടി ഉൾപ്പെടെ എല്ലാം എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സമയം 1 മണിയായി, മരുന്നും കഴിക്കുന്നതല്ലേ, അപ്പം വിശക്കാനും തുടങ്ങിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് വെച്ചതാ. പിന്നെ ഈടെ ആ പിള്ളേരും അത് പറഞ്ഞു, എന്തിനായിരുന്നു ഈ പാത്രങ്ങളെല്ലാം എടുത്തു നോക്കുന്നത്, അവരിങ്ങനെ ചട്ടിയോടെ എടുത്തോണ്ട് വെച്ചാൽ കഴിക്കുന്നത്. അതാ ഇരിക്കട്ടെ, ആരും ഇല്ലാത്ത പകരം കൊടുക്കാതെ വിചാരിച്ചൊക്കെ എടുത്തോണ്ട് വന്നത്. വെള്ളം ഒരു സ്പെഷ്യലാ. വെള്ളമാ കല്ലുരുക്കി, അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ മൂത്രത്തിക്കല്ലും ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഈ നടുവെട്ടുമ്പോഴെല്ലാം ചേട്ടായി പറയാം എനിക്ക് അടിവേറണം വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, പിന്നെ മൊത്തത്തിൽ വേദനയാണ്. അപ്പോൾ കല്ലുരുക്കിയും കൂടെ പറിച്ച് തിളപ്പിച്ച് കൊടുത്തു കേട്ടോ. അത് കുടിക്കുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും. കല്ലുരുക്കി നല്ല സാധനം. അല്ല മൂത്രത്തിക്കല്ലിന് ചേട്ടായിക്ക് ഒത്തിരി ഗുണപ്രദമായതാ അല്ലേ. അപ്പം എന്തായാലും കഴിക്കട്ടെ ഞാനും കൂടെ. അപ്പം നടുവിന് വേദനയ്ക്ക് തന്നാ 2 ഏത്തയ്ക്ക. നമ്മളൊന്നും കഴിക്കുന്നില്ല, ഞാൻ വൈകുന്നേരത്തെ ഒരു ഫുഡല്ലേ ഉള്ളൂ. ഒരു സാധനം തിന്നത്തില്ല, തീറ്റ തിന്നത്തില്ല. ഇവിടെ ഇരുന്നോണ്ട് അല്ല ഇരുന്നോണ്ട് എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. സ്പെഷ്യല് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ ബോളി. അതിങ്ങനെ കനമൊക്കെ കുറച്ച്, ഇത് ഭയങ്കരമായിട്ട് പഴുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇച്ചിരി കനം കുറച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ചേ. ഇതൊക്കെ ചെയ്യുന്നതിന് കഴിക്കില്ല. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ഈ ബേക്കറി ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പാടാണ്, എണ്ണയുടെ ഇതൊക്കെ വരുമ്പോഴേ വേറെ അതുകൊണ്ടല്ല. പക്ഷെ ഏതൊക്കെയൊക്കെ കഴിച്ചെങ്കില് ഇതാകത്തോളന്ന്. അവള് ഇപ്പം വന്നപ്പം പറഞ്ഞ കൊച്ചു സോറി എടീന്നൊക്കെ വിളിക്കുന്ന കമന്റ് ഉണ്ടായിരുന്നു. എടീന്നൊക്കെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ സ്വന്തം മക്കളെ അങ്ങനെ അങ്ങ് കണ്ടിട്ടാ കേട്ടോ. ജ്യോതിസാന്ന് തോന്നുന്നു കമന്റ് ഇട്ടിരുന്നത്. എന്തായാലും അപ്പം ആ മോള് വന്നപ്പോ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങാപ്പഴം പിന്നെ ഏത്തക്കാപ്പഴം അതൊക്കെ തിന്നണം സിന്ധുമേ, കൊടുക്കണമെന്ന്. ഇന്ന് പഴം എല്ലാം കൊടുക്കുകയായിരുന്നു പരിപാടി. തിന്ന മര്യാദക്ക് ഇന്നാളാ പറഞ്ഞത്. ഉച്ചക്ക് മാങ്ങാപ്പഴമൊക്കെ ചെത്തി വെച്ചിട്ട് അതെ കടയിലിരിക്കുകയാണേ. കടയിൽ നിന്ന് അവര് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞു ഞാൻ പറ്റുമെങ്കിൽ വരികയല്ലേ, എനിക്ക് ഒട്ടും വയ്യാതല്ലേ, നല്ല കിടക്കയില്ല, പോകും 100% ഇതാ. അപ്പം ഇപ്പൊ ഇച്ചിരി ഒന്ന് എനിക്കൊന്ന് കുളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയിട്ട് വരാം. ഒരു ചേട്ടായിക്ക് കടയിൽ പോയില്ല, ചേട്ടായിക്ക് ഒരു സമാധാനം ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഒന്ന് പോയിട്ട് വരാടി, നമ്മുടെ ചോറല്ലേ ഇന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് ഒരു ദിവസം ഏതായാലും മെനക്കെട്ടു, ഇന്നിപ്പോൾ പോയെന്ന് പറഞ്ഞാലും ഇതില്ല, ഇന്നെന്നാ ഒരു ദിവസം ഇരിക്കേ ഇല്ല, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കഞ്ഞി ചായ കൂടെ കുടിച്ചിട്ട് പോകുന്നില്ല. പറ്റിയായിരുന്നേ കണ്ടോ. അല്ല കുളിക്കാൻ കയറിയപ്പം വലിയ ചവയ്ക്ക് പോകുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഓർക്കും ഇച്ചിരി പറഞ്ഞപ്പം ഇന്നൊരു ദിവസം ഏതായാലും ഇത്രയും സമയമായി, 4:06 അതേ സാധനങ്ങളൊക്കെ വന്ന് കാണും, അത് അവർക്ക് അറിയത്തില്ല, അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഓരോരോ സാധനത്തിന്റെ വില എന്നോടാ വിളിച്ചു ചോദിക്കുന്നത്. അതെന്നാ വില, ഇതെന്നാ വിലയാണ്, നമ്മൾ ചോറില്ല, നമ്മൾ നോക്കണ്ടേ. മറ്റേ തൊട്ടടുത്ത മാനേജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വന്ന് ഇരുന്നാ മതി, മാനേജായിട്ട് ഇരുന്നാ മതി.
മോളെ ആരാ ചിറയി ഞാൻ എന്നാ കാണിച്ചതാ ആന്റി എന്തിയെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഭാര്യ എന്തേ തന്നോ ഞാൻ കേക്ക വിളിക്കും ആന്റിന്ന്, ചിലപ്പോ വിളിക്കും സിന്ധുന്ന്. ഇന്നിപ്പോ എന്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്കിട്ട് അടിച്ചതാണ്, എന്നെ അടിക്കാൻ നോക്കിയത് അങ്ങനെ വിടൽ കിട്ടിയത്. അവിടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഇതാളുടെ. എടാ റെഡിയാ പാവം ചേച്ചി വിചാരിക്കും ഞാൻ നിന്നെ വഴക്കാണെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ താളത്തിനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആർക്കും ഒരു സമാധാനം ഇല്ലല്ലേ. വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര വില കൂടി. ബോംബെയിലൊക്കെ 530 രൂപ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ അത് മറന്നുപോയി. വെള്ളവും ജീരകവും ഇടായിരുന്നു അല്ലേ. ഇളക്കൂല്ലേ മറന്നുപോയി. ജീരകം വെള്ളമൊക്കെ ഇട്ടാ ഒന്ന് കടിക്കും നല്ലതാ. അതിനകത്ത് അത് കാണുമ്പോ തന്നെ ഒരു ഇതായിരിക്കും, ഒരു രസമായിരിക്കും. മുട്ടയും മൈദയും മുട്ടയും കൂടെ അടിച്ച് ഇട്ട് എല്ലിട്ട് ശകല മസാല ഇട്ടാണ് അവിടെ കടയിൽ പോയി. ഞാനിവിടെ ഇപ്പൊ മാവൊക്കെ ഞാൻ കലക്കി. എന്താന്ന് ചേട്ടാ ഇനി കുളിക്കാനായിട്ട് കയറിയപ്പോ ഞാൻ ഓർത്തിന് പോവോ. ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം ഇരിക്കേ, ഏതായാലും ഇത്രയും സമയമായി. അവർ ഇന്നത്തെ കാര്യങ്ങൾ ഏതായാലും അവരെല്ലാവരും കൂടെ നോക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്നൊരു ദിവസം ഇരിക്കുന്ന ഞാൻ പറഞ്ഞു നോക്കട്ടെ, കുളിച്ചിട്ടൊന്നും നോക്കട്ടെ തോന്നും. കുളിക്കുമ്പോ മാത്രമേ ഇന്ന് ഹാഫ് ഒന്ന് വെക്കുന്നത് കേട്ടപ്പോഴേ ഞാൻ ഓർത്തു നടക്കിയാലും. എന്നാ ചെയ്യണം. ഓ ആകെ 3 അതങ്ങ് പഴുത്തങ്ങോട്ട് അവിഞ്ഞു. ഞാൻ പഴുത്ത അവിഞ്ഞു എനിക്ക് ഇഷ്ടമില്ല പഴുത്തത് അങ്ങനെ അവിഞ്ഞു തന്നെ. കുഞ്ഞുങ്ങൾ വന്നപ്പോഴേ ചേട്ടായി മേടിച്ചോണ്ട് വെച്ചതാ. പുഴുങ്ങിയതെല്ലാം ഞാൻ പിന്നെ ഒരു വിധത്തി അവരെ കൊണ്ട് തിരിച്ചു വിളിച്ചായിരുന്നു കേട്ടോ പിള്ളേര് പോയിട്ട്. നമുക്കൊക്കെ ഏത്തവാഴ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കണ്ണ നിറച്ച ഏത്തവാഴ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ഈ പറമ്പിൽ വാഴയായിരുന്നു. അത് ഓണ സമയം സീസൺ നല്ല പൈസ കിട്ടുന്ന സമയമായിരുന്നു. അതെ അതെ. ഞാൻ തലേദിവസം എണ്ണി ഇട്ടിട്ട് പോയി 36 കൊല. പിറ്റേ ദിവസം 14 ഇല്ല. ഇല്ല ആരും കൊണ്ടുപോയി നമുക്ക് അറിയത്തില്ലല്ലോ. കാണാത്ത നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വിളഞ്ഞു കിടക്കുന്ന കണ്ടപ്പോഴേ അങ്ങ് സീസൺ നല്ല സമയമായിരുന്നു. നമുക്ക് പൈസയും കിട്ടിയായിരുന്നു കേട്ടോ വാഴക്കൊല അല്ലേ. അത് കഴിഞ്ഞ് സജി അപ്പത്തിന് നമുക്ക് ഒരു ഞാൻ തന്നെ കൊണ്ട് കൊടുത്താന്ന് തോന്നേ. അവനെനിക്കൊരു ഞാലിപ്പൂവിന്റെ വാഴ വിത്ത് ഇവിടെ നട്ട് തന്നു. അപ്പുറത്ത് വേറെ ഒരു വീട്ടില് താമസത്തിന് വന്നു. ആ ഇടയ്ക്ക് എന്തോ മഴ കാരണം ഞങ്ങൾക്ക് 2-3 ആഴ്ച അടുപ്പിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. മഴയോ എന്തോ പ്രശ്നം കാരണം വരാൻ പറ്റിയില്ല. പുള്ളിക്കാരനല്ലേ ചെയ്തു നല്ല മാന്യമായിട്ട് വിളഞ്ഞ പോലെ രണ്ടെണ്ണം വെട്ടിക്കൊണ്ട് അതാണ് അതന്നെ വാടകയ്ക്ക് ആൾക്കാരുണ്ട്. പുള്ളി കൊണ്ടുപോയി വെട്ടിക്കൊണ്ടുപോയി വിറ്റിട്ട് അന്നേരം ആരോ പറഞ്ഞു ചേട്ടായിട്ട് വിളിച്ച് സുനി ഇതേ വാഴക്കൊല വെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ചേട്ടായി ചോദിച്ചു എടാ അത് വിളഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ നിനക്ക് കാശ് തരാം എന്ന് കരുതി സ്വന്തം മോണക്ക് കയറി വെട്ടിയതാണ്. തന്നെ ഞാൻ തോന്നുന്നു തന്നോ. പശുവിനെ അത് കഴിഞ്ഞപ്പോ പശു പോകത്തില്ല. കറമ്പി പശു ഇല്ലേ ഇവിടെ. മുട്ടച്ചീന്ന് ഏതായാലും കൊമ്പെല്ലാം പോയി. എന്നിട്ട് പിള്ളേർക്ക് എവിടെയെങ്കിലും പോയി കറക്കാം. അങ്ങനെ ഒരു പശു ഉണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു. അമ്പിളിയുടെ കല്യാണത്തിന്റെ ഇടയ്ക്ക് 2-3 പശുവിനെ 3 പശുവിനെയോ 2 പശുവിനെയോ കെട്ടോണ്ടുപോയി. ആരണ്ടൊക്കെ പിടിച്ചോണ്ട് ആരാന്നറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളായിരുന്നു. ഇവളും വേറെ 2 കിടാവ് ഉണ്ടായിരുന്നു. ആ 2 കിടാവിനെ അമ്മ വിറ്റേച്ചു. എന്നിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്നാ ചെയ്തു നേരത്തിൽ അത് പോയി കിടക്കുന്നത് പിടിച്ച് വലിച്ച് തെന്നിച്ച് കെട്ടൊക്കെ കെട്ടി കൊണ്ടുപോയി. അവള് കുറച്ചപ്പുറത്തോട്ട് കഴിയുമ്പോൾ അവള് ആരെ വണ്ടി ഒരുമക്കത്തിന്റെ നടക്കത്തില്ല നടന്ന് കാറി. അപ്പൊ ആരുടെ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പശുവിനെ കൊണ്ടുവന്നു. അത് സുനിയുടെ പശുവാണല്ലോ തോന്നുന്നു. എന്നിട്ട് അന്നേരം വിളിച്ചു പറഞ്ഞല്ലേ. കള്ളത്തരങ്ങൾ എന്നാ പറയാനാ. എന്നെ ടേസ്റ്റ് കഴിക്കും. ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ചായയും കൂടി ഇടാം. അപ്പം നല്ല ചൂട് ചായയും പഴംപൊരി. അത് നന്നായിട്ട് ഞാൻ മുരിച്ച് കേട്ടോ എനിക്കുള്ളത്. പിന്നെ 5-6 സജിക്ക് കൊടുത്തു വിട്ടു ചേട്ടായി. അതത്രയും മുരിച്ചില്ല. നമുക്കുള്ളത് ഇച്ചിരി ഏറെ മുരിച്ചു. എനിക്ക് മുരിച്ചത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചായയും ഇതും പോയി കഴിക്കട്ടെ. ഇറങ്ങി സിറ്റൗട്ടിൽ വന്നിരിപ്പുണ്ട്. തിരിക്കാൻ പാടാ അല്ലേ. അങ്ങനത്തെ കസാര പിന്നെ ഇരിക്കാം. സെറ്റിയാൽ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. നടുവിനോനാണ് വരുന്നവർക്ക്. എനിക്ക് സെറ്റിയാൽ ഒട്ടും പറ്റിയല്ല. അപ്പം ചായയും പഴംപൊരിയൊക്കെ കൊണ്ടുവച്ചു കഴിക്കോ.
വിത്തൗട്ട് ചായ. വിത്തൗട്ട് ചായ, കാരണം പഴത്തിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് പിന്നെ ചായക്ക് മധുരം അങ്ങനെ ഇട്ടില്ല. ഞാനങ്ങനെ ചായ കുടിയില്ലല്ലോ, കടയിലാണല്ലോ അങ്ങനെ കുടിയില്ല. അല്ലേ? ആണോ? മുരിച്ചതായത്തേക്ക് ഇവിടെ കൊണ്ടോ നോക്ക് കഴിച്ചത്. ഇവിടുന്ന് പോകുമ്പോഴുള്ള കുടിയേ ഉള്ളൂ. ആണോ? എന്നുള്ള കുടിയൊന്നുമില്ല. മുരിച്ചപ്പോഴത്തേക്കും ഒന്നുകൂടെ മധുരം കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. മിറ്റത്ത് മൊത്തം ചപ്പും കുപ്പയെല്ലാം കിടക്കും, ഇന്ന് തൂത്തിട്ടേ ഇല്ല. ഇനി എൻ്റെ അതേന്നേ, മഴ ആറിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഫേസിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ്. ചേട്ടായി ബലമായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ടോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണം. പക്ഷെ ഇപ്പം വേറെ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? പരീക്ഷണം ഞാനാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് പോകും. നാളെ ദൈവം സഹായിച്ചാൽ അനുഗ്രഹിച്ചാൽ ചേട്ടായി കടയിൽ പോവും, ഞാൻ തൊഴിലുറപ്പിന് പോവും. മഴയും കാര്യങ്ങളൊന്നും പക്ഷെ ഇന്ന് രാവിലെ വലിയ മഴയില്ല. ഒരു സ്ഥലത്ത് വെച്ചാൽ കാരണം വെച്ചാൽ നമുക്ക് പൊങ്ങി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ സാധനം ക്ഷമിക്കുക. ഇതെല്ലാം ഒരേ സ്ക്രീനിലാണ് വന്നിരിക്കുന്നത്. അതെ, ഇതെല്ലാം നിങ്ങൾ കണ്ട് ഞങ്ങളെ എല്ലാം പറയണ്ടേ പ്രോത്സാഹിപ്പിച്ച് കുഴപ്പമില്ല പപ്പായ അമ്മ അവിടെ ഇരുന്നാലും മതി എന്ന് പറയുന്നവര് കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അതെ നമ്മളാരും കുറ്റം പറഞ്ഞില്ല, എല്ലാവരും നമ്മൾ നല്ലതായിട്ടാണ്, നല്ല സ്നേഹത്തോടെ. അതെ, പിന്നെ ചില കമന്റ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നു. ചിലപ്പം ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. വീട്ടിൽ എന്തേലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും പച്ചച്ചക്ക തിന്നുമ്പോ നമ്മൾ രേമ്പക്കം ചിലപ്പം ഗ്യാസ് അതെ, നമുക്ക് അതിനകത്ത് ദേഷ്യപ്പെട്ട കാര്യമോ പരിഹരിക്കേണ്ട കാര്യമൊന്നും. അതെ, അപ്പൊ ഇന്ന് എനിക്ക് കുറെ പിള്ളേരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിന്ധുമ്മ അങ്ങനെ കുറെ പേര് കിട്ടാത്ത മുന്തിരി പുളിക്കും, അന്നേരം അങ്ങനെയൊക്കെ പറയാതെ സിന്ധുമ്മ കാര്യമാക്കണ്ട, സിന്ധുമ്മ ഹാപ്പി ആയിട്ടിരുന്നോ, ഇനിയും ഓരോരുത്തരോരുത്തർ സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ അടുത്ത മാസം വരുന്ന ആൾ ഇന്ന് വീഡിയോ കോളിൽ കൂടെ അപ്പൊ ഞാൻ കിടക്കുവോ. അതെ, പപ്പായ്ക്ക് കുറവില്ലേ പപ്പ, ഞങ്ങൾ വരാൻ കേട്ടോ, മഴയില്ലാതിരുന്നാൽ ഞങ്ങൾ പപ്പ അടുത്ത് വരാൻ കേട്ടോ, അമ്മ അടുത്ത് വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു സാധനം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാന്നറിയോ? കുമ്പിളപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആശീർവാദത്തിന്റെ ആട്ടോ അല്ലെ ഗോതമ്പൂടിയോ അല്ല റവ രണ്ടും കൂടെ വേണം, എന്നാലേ ശരിയാ. റവയും മതി എന്നാലും മതി. അരിപ്പൊടി കട്ടി ഇച്ചിരി നല്ല നോക്കാം. ഇച്ചിരി ചക്കപ്പഴം തക്ക സമയം ചക്കപ്പഴം നമുക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടാക്കാം. എല്ലാം കൂടെ പുതിയൊരു വെറൈറ്റി. എന്തായാലും ഒരു ഉണ്ടാക്കി കപ്പാണ്ട് അവിടെ മെഷീൻ ഉണക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കൊടുത്തിട്ട് ബെല്ലോട്ടോടെ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ.